ദാസ്. ഞാൻ ഹിസ്റ്റു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? പല കാര്യങ്ങൾ അവർക്ക് പുറത്തു പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. ബിഷപ്പ് പല തട്ടിപ്പുകളിലും പ്രതിയാണ്. ബിഷപ്പ് അങ്ങനെ ചെയ്തത് എന്റെ തന്തയാണോ ബിഷപ്പ്? എടാ, ഈ ബിഷപ്പ് തട്ടിപ്പാണെന്ന് എനിക്കറിയാം. ഗൂഗിൾ പേ ചെയ്യാൻ തയ്യാറാകുന്ന വ്യക്തി 5 പ്രാവശ്യം ചിന്തിക്കണം. അയക്കണോ വേണ്ട, അയക്കണോ വേണ്ട, ആലോചിച്ചിട്ട് ചെയ്താൽ ഇന്ന് ഞാനിരിക്കുന്ന പോലെ ഇന്റർവ്യൂവിന് വന്നിരിക്കേണ്ടി വരത്തില്ല. പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നുകൊണ്ടല്ല നാം അത് അറിയിക്കേണ്ടതെന്നുള്ളതാണ് എന്റെ എളിയ അഭിപ്രായം. അതെ, പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ല ഇതൊന്നും കൊണ്ടുപോയി ഇടേണ്ടത്. എന്റെ പൊന്നച്ചോ, താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പാവപ്പെട്ട ചെക്കനെ വലിച്ചു കീറാൻ വീണ്ടും രേണുവിന്റെ കൂടെ നിന്ന് ഇട്ടുകൊടുത്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. താങ്കളെ കുറിച്ച് രേണു എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത് താങ്കൾക്ക് തന്നെ അറിയാമല്ലോ. താങ്കൾ തന്നെ ഒരുപാട് ചാനൽ ഇന്റർവ്യൂകളിലൂടെ വ്യക്തമായി പറഞ്ഞതാണല്ലോ. രേണുവിന്റെ ഒരു ചേച്ചി അമേരിക്കയിൽ നിന്ന് വിളിച്ച കഥയെക്കുറിച്ചും താങ്കൾ പറഞ്ഞതാണല്ലോ. പല കാര്യങ്ങളും താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. രേണുവിനെതിരെ താങ്കൾ കേസ് പോലും കൊടുത്തതല്ലേ. എന്നിട്ടും താങ്കൾ ഇപ്പൊ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് രേണുവിന്റെ ഭാഗത്ത് നിൽക്കുന്നു. കാരണം രേണുവിന് ക്യാൻസർ ആണ്. ഈ ക്യാൻസർ എന്ന് പറയുന്ന ഈ വാക്കും വെച്ചുകൊണ്ട് അത്യാവശ്യം നല്ല ഇമോഷണൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ട് അവർ അത്യാവശ്യം നല്ല റീച്ചിലേക്ക് തന്നെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ അവർക്ക് അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട്. അവരുടെ അസുഖം ഭേദമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആളുകളൊക്കെ പഴയ കാര്യങ്ങളൊക്കെ മറക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മറക്കാനുള്ളതൊന്നുമല്ല പഴയ കാര്യങ്ങൾ. ചില കാര്യങ്ങൾ ഓർത്തു വെക്കാനുള്ളതാണ്. ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ബിഷപ്പ് ആ ഒരു തൊഴിലെടുക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാവരോടും ക്ഷമിച്ചേ ഒക്കൂ. അതുകൊണ്ട് അദ്ദേഹം ക്ഷമിച്ചു എന്നുള്ളതാണ്. പക്ഷെ ബിഷപ്പിനെ കുറിച്ച് രേണു പറഞ്ഞ ഒരുപാട് വാക്കുകൾ ഉണ്ടോ. ഇപ്പൊ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളൊക്കെ ഒറ്റയടിക്ക് ആകെ മൂഞ്ചി തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇദ്ദേഹം എന്താ ഇങ്ങനെ പറഞ്ഞെന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് സജിന ബ്ലോഗും അതേപോലെ രേണുവും പറഞ്ഞ വാക്ക് കേട്ടോക്കെ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ബിഷപ്പാമ്പാണ്, ബിഷപ്പല്ല. പാവം ബിഷപ്പ്. അന്ന് ഒരുപാട് ഇന്റർവ്യൂകളിലൂടെ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിച്ചു തരാം. രേണുസുതിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ തയ്യാറാകുന്ന വ്യക്തി 5 പ്രാവശ്യം ചിന്തിക്കണം. അയക്കണോ വേണ്ട, അയക്കണോ വേണ്ട, ആലോചിച്ചിട്ട് ചെയ്താൽ ഇന്ന് ഞാനിരിക്കുന്ന പോലെ ഇന്റർവ്യൂവിന് വന്നിരിക്കേണ്ടി വരത്തില്ല. ഓക്കെ, ഇതേ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഒരുപാട് പറഞ്ഞതാണ്. ഇപ്പൊ ഈ അസുഖം വന്ന സമയത്ത് തന്നെ അവർക്ക് പൈസ കിട്ടാൻ ഒരു പ്രയാസമില്ല. അവർക്ക് ആളുകൾ പൈസ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. അർഹതപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ഇട്ട് കൊടുക്കണം. ഇദ്ദേഹത്തിന് അന്ന് നിരന്തരമായിട്ട് ഓരോ ചാനൽ വഴി അവഹേളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് കേട്ടോ. കഴിഞ്ഞില്ല, അടുത്തത്. വരുന്ന വഴി വന്ന വഴികൾ മറക്കുന്ന 100% വന്ന വഴികളെല്ലാം അവർ മറന്നു. ഇനിയിപ്പം ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് ഇവരെന്തെങ്കിലും 100 ദിവസമൊക്കെ അവിടെ നിന്ന് പുറത്ത് വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരും വരെ അവിടുത്തെ പഴത്തിന് അത്ര ഉപ്പില്ലായിരുന്നു പറയും. ബാക്കി കാര്യം ജനം കേൾക്കുന്നവർക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാതെ ആ പുള്ളിക്കാരത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. അവരങ്ങനെയാണ്. അതെ, അവരങ്ങനെയാണ്. കറക്റ്റ് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അല്ലെ. ഓരോ ഇന്റർവ്യൂകളിലൂടെയും ബിഷപ്പിനെയും വീട് വെച്ച് കൊടുത്ത ആളുകളെയും ഒക്കെ നിരന്തരമായിട്ട് അവഹേളിച്ചുകൊണ്ട് തന്നെയാണ് രേണു മുന്നോട്ട് പോയിട്ടുള്ളത്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് ഒരുപാട് ട്രോള് വന്ന വീഡിയോ ആണ് അത് കേട്ടോ. ഓക്കെ, കഴിഞ്ഞില്ല, നമുക്ക് അടുത്ത കൂടി കാണാം. അധികം സംസാരമില്ല. ബിഷപ്പ് പല കാര്യങ്ങളും മറന്നിട്ടുണ്ടേ, അതുകൊണ്ടാ. ബിഷപ്പ് പല തട്ടിപ്പുകളിലും പ്രതിയാണ്. ബിഷപ്പ് അങ്ങനെ ചെയ്തത് എന്റെ തന്തയാണോ ബിഷപ്പ്? എടാ, ഈ ബിഷപ്പ് തട്ടിപ്പാണെന്ന് എനിക്കറിയായിരുന്നു. ഈ ബിഷപ്പ് ഏതാന്ന് മനസ്സിലായില്ലേ? കൊല്ലസുദ്ധിയുടെ മരണാനന്തര ക്രിയകളൊക്കെ ചെയ്ത ഒരു ബിഷപ്പ് ഉണ്ട്. ഈ ബിഷപ്പ് അല്ല നോബിൾ ബിഷപ്പ് കേട്ടോ. ചില ആളുകൾ അത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ഷെയർ ചെയ്യുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി കാണാം. രേണുസുതിയുടെ നെയ്ബർഹുഡ് ആകാൻ വരാൻ ഒരാൾ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ കൊടുത്തോളുക. അതിനെ സമൂഹം പിച്ചിച്ചിന്തിയ സമയത്ത് അതിന് തക്കതായ ഒരു ആൻസർ രേണുസുതിയുടെ കുടുംബം അന്ന് കൊടുത്തില്ല. ഒരു പന്തെടുത്തെറിയുന്ന പോലെ എന്നെ ഒത്തിരി എറിഞ്ഞു. കുറെ ഞാൻ കണ്ണുനീര് കുടിച്ചു, കരഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് റൂമിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഇവരെന്നെ സമൂഹത്തിൽ വലിച്ചു എറിയാൻ ഇട്ടുകൊടുത്തു. അതുകൊണ്ട് ഇന്ന് എനിക്കിത് പറയേണ്ടതായിട്ട് വന്നു. സമൂഹം അറിയപ്പെടുന്നതായിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്റെ കരം കൊണ്ട് 1 രൂപയുടെ പോലും സഹായം ചെയ്യാൻ റെക്കമെൻഡേഷനുമായി എന്നെ ഞാൻ പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു അവശ്യ കലാകാരനോ സമൂഹം അറിയപ്പെടുന്നതായിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്റെ കരം കൊണ്ട് 1 രൂപയുടെ പോലും സഹായം ചെയ്യാൻ റെക്കമെൻഡേഷനുമായി എന്നെ സമീപിക്കുന്ന ഒരു വ്യക്തികൾ പോലും, മറിച്ച് അർഹതപ്പെട്ട നിർധനരായിട്ടുള്ള പാവങ്ങളെ, ഓർഫൻസ് ആയിട്ടുള്ളവരെ, തീർത്തും ആരോരുമില്ലാത്തവരെ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ മരിക്കുന്നിടം വരെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എളിയ വ്യക്തിയാണ്. ഓക്കെ, അദ്ദേഹത്തിനോട് അത്തരം വാക്കുകൾ പറയിപ്പിക്കാൻ രേണുവിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പ്രകടനം എത്ര മികച്ചതായിരിക്കും അല്ലെ. അതിമനോഹരമായിരിക്കും അല്ലേ. സഹായിക്കുന്ന ആളുകളെയൊക്കെ തിരിഞ്ഞ് കൊഞ്ഞലം കുത്തിയിട്ട് പഴയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് കുത്തിപ്പൊക്കിയെന്നറിയോ? പഴയ കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. കിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത്. അവന്റെ ബുദ്ധിയില്ലാത്ത പ്രായത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കേണ്ട ആളുകൾക്ക് അത് തിരുത്തി കൊടുക്കാൻ കഴിയാതെ അവരവരുടേതായ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകുന്ന സമയത്ത് ആ പയ്യൻ തെറ്റിലേക്ക് കൂപ്പുകുത്തി. അത്രേ ഉള്ളൂ. പഴയ കാര്യങ്ങളാണല്ലോ, പഴയ കാര്യങ്ങൾ. താങ്കളും പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്ക്. അതിനാണ് മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത തെറിവാക്കുകളാണ് എന്നെ വിളിക്കുന്നത്.
നാടക നടിയല്ലേ രേണുസുതി? നാടക നടിയല്ലേ? ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുജിയേട്ടാ ഞാൻ വന്നു. ഞാൻ സിംഗിൾ ജീവിതം നയിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ചുമ്മാ സൈബർ ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ എനിക്ക് മക്കളെ തരണം. ഞാനൊരു സ്ത്രീ വിരോധിയുമല്ല, ഞാനൊരു ഗേയുമല്ല, ഞാനൊരു പുരുഷനാണ്. ബിഷപ്പിന് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ പുരുഷെടുത്ത് കൈപിടിക്കല്ലെന്ന് പറഞ്ഞു എന്നെ ഭീഷണിപ്പെടുത്തിയതാണ്. എന്നോട് സൈബർ ഇടങ്ങളിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഞാന് സുധിയെ പള്ളി മതം മാറ്റിയെന്ന്. ഋതപ്പൻ കൈപൊക്കിയ വീഡിയോ, രേണുസുതി ഉമ്മ കൊടുത്ത വീഡിയോ. രേണുസുതി എന്ന് പറഞ്ഞ പെൺകുട്ടിയല്ല, അവരുടെ പിന്നിൽ വലിയ ശക്തിയുണ്ട്. അമേരിക്കയിലുള്ള ഒരാളെ വിളിച്ച് തന്നോടൊപ്പം പഠിച്ചു എന്ന് പറയുന്ന ഒരാളെ വിളിച്ച് പറയുകയാണ് ആ പുള്ളിക്ക് പള്ളിയില്ല. ഞാൻ പള്ളിയിലച്ഛനാ? രേണു ആർമി ബിഗ് ബോസിൽ രേണു പോയ സമയത്ത് അവർക്ക് ഒരുപാട് ഫാൻ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അതിൽ ചില ഫാൻ ഗ്രൂപ്പുകളിൽ നിന്ന് നിരന്തരമായിട്ട് ബിഷപ്പിനെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതിനെതിരെ അദ്ദേഹം കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു. രാത്രി 1 മണിക്കൊക്കെ എത്ര കോളുകൾ വന്നുകൊണ്ടിരുന്നത്. അതിലൊരു കോൾ വന്നിരുന്നത് രമ്യ എന്ന് പറയുന്ന സ്ത്രീയില്ലേ, രേണുവിന്റെ ചേച്ചി. രേണുവിന്റെ ചേച്ചിയുടെ സുഹൃത്താണെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളതാണ്. അവരാണ് പറയുന്നത് കുരിശൊന്നും പിടിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യരുത് എന്നുള്ളത്. കഴിഞ്ഞില്ല, ഇനിയും പറയുന്നുണ്ട് പല കാര്യങ്ങളും. നിങ്ങളിപ്പോ കിച്ചുവിനെ ഭീഷണിപ്പെടുത്തിയതും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ. നമുക്ക് പഴയതിലേക്ക് തന്നെ കടക്കാം. ഇപ്പൊ രേണു വന്നു കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോണം 1 ലക്ഷം ഇന്റർവ്യൂ നടക്കും. 2 കുഞ്ഞുങ്ങൾക്ക്, സുധിയുടെ 2 മക്കൾക്ക് വീട് കൊടുത്തിട്ട് രേണുസുധിയുടെ ചേച്ചി രമ്യ എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വന്ന് ഭരണം നടത്തുകയാണ്. എന്റെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ പരാതി നൽകിയിരിക്കുന്നത്. അത് ഇവര് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് എനിക്കിത് സംഭവിച്ചത്. രമ്യ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ മക്കളെ അടക്കം അവിടെ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നലത്തെ വീഡിയോയിൽ ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? ഉൾട്ട. അവരെല്ലാവരും പൊന്നുപോലെ നോക്കുന്നുണ്ട്. രമ്യയുടെ മക്കളെ നോക്കുന്നത് പോലെ തന്നെയാണ് ഋതപ്പനെ നോക്കുന്നത്. ഇദ്ദേഹം മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ആയി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണാവല്ലേ ആളുകൾ ഇങ്ങനെ ചേഞ്ച് ആവുന്നത്? ഇപ്പൊ ബിഷപ്പിന്റെ തൊഴിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെ സഹായിക്കുക, ശുശ്രൂഷിക്കുക എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീണ് കിടക്കുന്ന ആളുകളെ കൂടെ നിൽക്കും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ താങ്കൾ വന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കാണുന്ന ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല താങ്കൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്നുള്ളത്. വ്യത്യസ്തമാണ് താങ്കളുടെ പെരുമാറ്റം എന്നുള്ളതാണ്. ചില രാഷ്ട്രീയക്കാരെയൊക്കെ പോലെ. ബാക്കി PR ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആരെങ്കിലും അവരെ മോശമാക്കി പറഞ്ഞാൽ അവരെ തകർക്കാനോ, ഞാൻ രേണുസുധിയെ തകർക്കണമെന്ന് ആരോടും പറയാറില്ല. എനിക്കതിന്റെ ആവശ്യം. മറിച്ച് രേണുസുധി എന്ന് പറയുന്ന സ്ത്രീയെ എന്നെ പോലുള്ള പല ആൾക്കാരെ സമൂഹത്തിനിടയിൽ പിച്ച് ചെയ്യുവാൻ വേണ്ടി എറിഞ്ഞു കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. എന്റെ ഇട്ടിരിക്കുന്ന തിരുവസ്ത്രത്തെ, എന്റെ വൈദിക വൃത്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് പല സന്ദർഭങ്ങളിൽ അവർ ഇന്റർവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ട്. അത് സൈബർ ഇടങ്ങളിൽ അതിന്റെ അടിയിൽ എന്നെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതെന്റെ ആത്മീയ ജീവിതത്തിനും എന്റെ വ്യക്തിപരമായ ജീവിതത്തിനും വലിയ ദുഃഖം ഉളവാക്കിയിട്ടുള്ള കാര്യം. ഈ രേണുസുധിയുടെ ചേച്ചി കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് വിളിച്ച സുഹൃത്തിനോട് പറയാം, ആ പുള്ളിക്കാരന് പള്ളിയില്ല. ഞാനൊരു പള്ളിയിലച്ചനല്ല, പള്ളിയിലച്ചൻ ഒരു പള്ളി വികാരിയായിട്ടിരിക്കുന്ന ആളാണ്. ഞാനൊരു ഡയസിന്റെ മിഷനറി ബിഷപ്പാണ്. ഈ സ്ത്രീ, ഈ രമ്യ എന്ന് പറയുന്ന സ്ത്രീ അമേരിക്കയിലുള്ള ഒരാളെ വിളിച്ച് തന്നോടൊപ്പം പഠിച്ചു എന്ന് പറയുന്ന ഒരാളെ വിളിച്ച് പറയുകയാണ് ആ പുള്ളിക്ക് പള്ളിയില്ല. ഞാൻ പള്ളിയിലച്ചന. എനിക്ക് ഒരു പള്ളിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ പള്ളിയുടെ വൈദികനും കമ്മിറ്റിയും എന്നെ ഇൻവൈറ്റ് ചെയ്യാതെ ഒരു പള്ളിയിൽ ചെന്ന് കയറാൻ പറ്റുന്ന ഒരു ബിഷപ്പിന് രേണുസുധിയുടെ ചേച്ചി എന്ന് പറഞ്ഞ രമ്യ, ഈ സ്ത്രീക്ക് എന്ത് കാര്യമാണ് ഇവിടെ വന്ന് ഈ പ്രശ്നം ഉണ്ടാക്കാൻ? പൊതുസമൂഹം ചർച്ച ചെയ്യണം. 2 കുഞ്ഞുങ്ങൾക്ക്, സുധിയുടെ 2 മക്കൾക്ക് വീട് കൊടുത്തിട്ട് രേണുസുധിയുടെ ചേച്ചി രമ്യ എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വന്ന് ഭരണം നടത്തുകയാണ്. പൊതുസമൂഹം ഇത് കാണണം. പൊതുസമൂഹം ഇത് കണ്ട് ഇതിനുള്ള നടപടി പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാകട്ടെ. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സ്ത്രീ വിവാഹം ചെയ്ത് 2 മക്കളോടുകൂടി അവർ വേറെ സ്ഥലത്ത് ജീവിക്കുന്ന ഒരു വാടക വീട്ടിൽ, പക്ഷേ ഫുൾ ടൈം ഇവിടെ ഉണ്ട്. ജോലിക്ക് പോയിട്ട് ബാക്കി സമയം, മൊത്തം സമയം ഇവിടെ വന്നിരുന്ന് വെള്ളം ഉണ്ടാക്കലാണ്. ആരോട്? ഈ സാധുവായ എന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ, ഇല്ലായ്മ ചെയ്യുവാൻ ഈ സ്ത്രീ തുണിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. രമ്യ എന്ത് കാര്യത്തിന്? ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പറ. പൊതുസമൂഹം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? രമ്യ മാത്രമാണല്ലോ ഇവിടെ എപ്പോഴും വരുന്നത്. രമ്യയാണ് അമേരിക്കയിൽ തന്നെ വിളിപ്പിച്ചത്. ഞാൻ ഇന്ന് കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ രമ്യയുടെ സുഹൃത്ത് എന്ന് പറഞ്ഞാലോ അമേരിക്കയിൽ തന്നെ വിളിച്ച് എന്റെ എവിഡൻസ് ഉണ്ടല്ലോ. രമ്യയുടെ ഒരു സുഹൃത്ത് അച്ഛനെ വിളിക്കുന്നു. അച്ഛനെ വിളിച്ചിട്ട് ഒരുപാട് സംസാരിച്ചത്രേ. ഭീഷണികളാണ് ഫുൾ എന്നാണ് പറയുന്നത്. എന്റെ പൊന്നു ബിഷപ്പെ, ഒരുപാട് കാര്യങ്ങൾ അന്ന് തന്നെ താങ്കൾ തുറന്നു പറഞ്ഞതാണ്. രേണുവിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് പറയുന്നതിൽ, തുറന്നു കാണിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ആള് തന്നെയാണ് താങ്കൾ. അവർക്ക് വയ്യ എന്നൊരൊറ്റ കാര്യം കരുതിക്കൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഫുള്ള് മറക്കുന്നുണ്ട് താങ്കളെങ്കിൽ കിച്ചുവിന്റെ കാര്യങ്ങൾ കൂടി താങ്കളൊന്ന് മറക്കുക. കഴിഞ്ഞിട്ടില്ല. ഞാനിതിൽ അദ്ദേഹം സംസാരമില്ല, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങോട്ട് കൊടുന്നിട്ട് തരാം. രേണുസുധി ആർമിയിൽ കൈകാര്യം ചെയ്യുന്ന ഈ രമ്യ അടക്കമുള്ള സ്ത്രീയാണ്. ഇല്ലെങ്കിൽ ഒരു ബിഷപ്പിനെ പറ്റി വിളിച്ചു പറഞ്ഞ് എന്നെ ഫോൺ വിളിക്കണം, എന്റെ മൊബൈൽ നമ്പർ കൊടുത്താൽ വിളിപ്പിച്ചത്. എന്റെ പേഴ്സണൽ നമ്പർ ഈ തങ്കച്ചനുണ്ടല്ലോ, ആ തങ്കച്ചനെ മേടിച്ച് കൊടുത്ത് അമേരിക്കയിൽ തന്നെ വിളിച്ചു. 1 മണിക്കൂർ എന്നോട് സംസാരിച്ചു. ഞാൻ കാറിൽ വരുമ്പോൾ എന്റെ കാറിൽ ബാക്കി 3 പേരുണ്ടായിരുന്നു. അവർ 3 പേരും കേട്ടു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ അവർ എന്റെ കടലോട്ട് ഇങ്ങനെ നോക്കി. എന്തുവാ നമുക്ക് ഈ ഭൂമി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം? 180 ചീത്ത കഴിഞ്ഞപ്പോൾ തനിക്ക് വേറെ പണിയില്ലോടോ, തനിക്ക് കുപ്പായ വിട്ടോണ്ട് എന്തുവാ? എന്റെ പണിയാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ പണി വെച്ചാൽ സാധുക്കളെ സഹായിക്കുക. ആ ചെയ്തൊരു പണിയാണ് ഞാൻ ചെയ്തത്. അതിനുള്ള പണിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സഹായം ചെയ്ത ആളുകൾ തിരിഞ്ഞു കുത്തുന്ന ഒരവസ്ഥ അതൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ KHDC ഫിറോസ്ക്ക ശരിക്കും അനുഭവിച്ചു. അദ്ദേഹത്തിന് തന്നെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചതെന്നുള്ളതാണ്. അതുകൂടാതെ ബിഷപ്പ് സഹായിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല 8ന്റെ പണി കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്.
അപ്പൊ രേണുവിന്റെ ആ ഒരു നല്ല സ്വഭാവം ഉണ്ടല്ലോ, ആ നല്ല സ്വഭാവത്തിന് നമ്മൾ ഒരിക്കലും വർണ്ണിക്കാതിരിക്കാൻ കഴിയില്ല. പണ്ടത്തെ കാര്യമാണ് കേട്ടോ, പണ്ടത്തെ. യൂട്യൂബേഴ്സിനെ ചെയ്ത് വിളിക്കാൻ ഞാൻ എന്നെ പോലുള്ള സമയത്ത് സുധീരൂടെയാണ് അറിയപ്പെട്ടത്. സുധീര 3ാം ഭാര്യയായിട്ട് അറിയപ്പെട്ടു. അങ്ങനെ അറിയപ്പെടുന്ന ഈ സ്ത്രീയെ സുധീര മരണത്തോടു കൂടി മനുഷ്യർ അറിയാൻ തുടങ്ങി. അറിഞ്ഞു എങ്ങനെ എന്റെ കുഞ്ഞിനെ ടോയ് ഇല്ല, എന്റെ കുഞ്ഞിന് ബേബി ഫുഡ് ഇല്ല, ഞങ്ങൾക്ക് റേഷൻ കടയിൽ അരിയേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കാണണം. ഞാൻ എന്റെ മൊബൈൽ നോക്കണം, ഇതേ ഉള്ളൂ കാണാൻ. മൊബൈൽ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ കാണാൻ. ഇതെല്ലാം കണ്ട് ഹൃദയത്തിൽ മനസ്സിലുള്ള മലയാളികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പണം അയക്കാൻ തുടങ്ങി. ധാരാളം പണം ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങി. ബേബി ഫുഡുകൾ അയക്കാൻ തുടങ്ങി, ജോലികൾ അയക്കാൻ തുടങ്ങി, ഇംഗ്ലണ്ടിൽ നിന്ന് പണം വരാൻ തുടങ്ങി, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം വരാൻ തുടങ്ങി, നാട്ടിലെ കൂലിപ്പണി ചെയ്യുന്നവർ പണം അയക്കാൻ തുടങ്ങി. അങ്ങനെ ധാരാളം പണം ഇങ്ങനെ വന്ന് രേണുസുതി എന്ന് പറയുന്ന ആൾ ആദ്യം ഇവിടെ ചെന്നെത്തുന്നു. സംഘമിത്ര നാടകവേദിയിലെത്തുന്നു. ആരായി മാറുന്നു? സുധിയുടെ മരണത്തോടുകൂടി രേണുസുതി ഒരു നാടക നടിയായി മാറും. അതിനു മുമ്പ് നാടക നടിയല്ലായിരുന്നു. പിന്നെ ബാക്കി അങ്ങോട്ടുള്ള കാര്യം ഈ മലയാളി സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നു. സുധിയുടെ മരണത്തെ ഉപയോഗിക്കുന്നതിന്റെ ഫസ്റ്റ് തെളിവ് പറയാം. ബിഗ് ബോസ് അകത്തോട് കയറി ചെന്നപ്പോൾ എന്തോ പറഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുധിയേട്ടാ ഞാൻ വന്നു. കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പ് എന്നെ കൊണ്ട് കാണിച്ചു. സുധിയേട്ടാ കൽപ്പന ചേച്ചിയെ കാണുന്നുണ്ടോ? ഏത് കൽപ്പന ചേച്ചിയാണെന്ന് എന്നോട് ചോദിക്കും. എനിക്ക് ഇതൊന്നും അറിയില്ല. അതിനകത്ത് ആ സ്ത്രീ വിളിച്ചു പോയി ഒരാൾ കൊണ്ട് കാണിച്ച സുധിയേട്ടാ കൽപ്പന ചേച്ചിയെ കണ്ടോ? ഇതൊക്കെ കണ്ട മലയാളികൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കട്ടെ. ഇതൊക്കെ കണ്ട് വോട്ട് ചെയ്ത് ഇതുപോലെ പലരെ വലിച്ചു കയറാൻ വേണ്ടി ജയിപ്പിച്ച് പിന്നെ ഇങ്ങോട്ട് കൊണ്ടിട്ട് പാങ്ങോട്ടുകാർക്കും മണപ്പള്ളിക്കാർക്കും ഞാനശ്ശേരിക്കാർക്കും അഭിമാനം. ഞാൻ ബിഷപ്പിന് നന്നായിട്ട് ആക്ടിങ് ചേരുന്നുണ്ടല്ലേ, ആ ഒരു ശരീരഘടനയൊക്കെ അങ്ങനെ കാണിക്കുന്നതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോ പഴയ കാര്യങ്ങളാണ് കേട്ടോ, പഴയ കാര്യങ്ങള്. രേണു എന്താണെന്ന് വ്യക്തമായിട്ട് അതുലോകിനേക്കാൾ കൂടുതൽ വ്യക്തമാക്കിയിട്ട്, എന്നെക്കാൾ കൂടുതൽ വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കിയ, പഠിച്ച, അത് തുറന്നു പറഞ്ഞ ഒരു മനുഷ്യനാണ് ബിഷപ്പ്. പക്ഷെ ബിഷപ്പിന് ഇന്ന് മാറ്റി പറഞ്ഞു നോക്കൂ. കാരണം വയ്യാതെ കിടക്കുന്ന ആളുകൾക്കല്ലേ കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടത്. വയ്യാതെ ആക്കരുത് കിച്ചുവിനെ എന്ന് എനിക്ക് പറയാനുണ്ട്. കാരണം വയ്യാതായ താങ്കൾ അവിടെ പോയി ചിലപ്പോ അതൊക്കെ മാറ്റി പറഞ്ഞാലോ. ബാക്കി രേണുസുതി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ കേരളം എത്ര നന്നായിട്ട് പോയി. രേണുസുതി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടോ? രേണുസുതി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളും സത്യമാണ്. രേണുസുതി രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടേ ഇല്ല ലാലേട്ട ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല, എന്റെ സംഘടന ഹോം സിക്നസ് ആയിരിക്കുന്നു പറഞ്ഞു. പിറ്റേ ദിവസം പേഴ്സണൽ കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു വാദമാടം പുറത്തു വിട്ടാലേ എനിക്ക് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ. നഴ്സിംഗ് 1.5 വർഷം ബാംഗ്ലൂർ പഠിച്ചപ്പോൾ എനിക്കൊന്നും കഴിയില്ല. ചോര കണ്ടപ്പോൾ ഞാൻ ബോധം കിട്ടും. പിന്നെ വാദമാടം എന്നെ ആഴ്ചയിൽ ഒരു ദിവസം പുറത്തുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അത് തിരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് DCA കോഴ്സ് പഠിച്ചതാണ്. DCA നമ്മൾ DCA എന്ന് പറയാം. അവള് ആ രേണുസുതി പറഞ്ഞത് എന്താണ്? എഞ്ചിനീയർ ആണ്. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവർ 3-4 കോഴ്സ് പഠിച്ചു. നഴ്സിംഗ് എന്തായാലും നിങ്ങൾ എന്നെ അറിയില്ല. നഴ്സിംഗ് പഠിച്ചു, DCA പഠിച്ചു, ഏവിയേഷൻ പഠിച്ചു. ഈ 3 കോഴ്സ് പഠിച്ചപ്പോഴും സുധി മരിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിൽ നിന്ന് താഴെ ഇടപെട്ട് മേടിച്ചു കൊടുത്തു. ഏതിന്റെ +2 SSLC. നോബൽ ഫിലിപ്പ് പറയുകയാണ് ഇത് പൊതുജന ചർച്ചയാണ്. രേണുസുതി സത്യമേ പറയത്തുള്ളൂ കേട്ടോ, അവരൊന്നും പറയത്തില്ല. പക്ഷെ ഞാൻ കുറച്ച് കാര്യം കേട്ടത് ഞാൻ പ്രതികരിക്കും. എന്റെ ജോലി ഇതാന്നേ. കാരണം എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ. 2 സർട്ടിഫിക്കറ്റ് +2 SSLC സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിൽ ഇരിക്കുന്നു. അത് താഴെ സുധി മരിച്ച ഒരാഴ്ചക്ക് അത് മേടിച്ചു കൊടുക്കും. ഇതിനോടൊക്കെ ഇവര് ഏവിയേഷൻ പഠിക്കുന്നു, DCA പഠിക്കുന്നു. ഇവര് പഠിക്കാത്ത കോഴ്സുകളൊന്നുമില്ല. ഇവര് ഫ്ലവേഴ്സിന്റെ ഫ്ലോയിൽ ചെന്നുകൊണ്ട് ഈ സ്ത്രീ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടു. എന്താണ്? ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തു, എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തു, ടിവാൻഡത്ത് വർക്ക് ചെയ്തു. ടിവാൻഡം അത് ഞാൻ പ്രത്യേകം ടിവാൻഡം ഏതാ ടിവാൻഡം എന്ന് എനിക്കറിയത്തില്ല. ടിവാൻഡത്ത് ഒരു വർക്ക് ചെയ്തു. എന്ത് വർക്കാണെന്ന് എന്നോട് ചോദിക്കുന്നത് അവർ പറഞ്ഞാൽ പറഞ്ഞു. ഇത്ര അടുത്ത് വർക്ക് ചെയ്തു. പക്ഷെ സുധി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് വെറും +2 SSLC സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിലെ നഴ്സിംഗ് കോളേജിൽ നിന്ന് മേടിച്ചു കൊടുക്കാനുള്ള പൊതു സംഭവം കണ്ടത്. സത്യമല്ലേ രേണു പറയത്തുള്ളൂ. രേണുവിനെ പൊളിച്ചത് കണ്ടു എന്നെ അവതരിപ്പിച്ചിറക്കിയതാണ് ഞാൻ വിശ്വസിക്കുന്നത്. +2 സർട്ടിഫിക്കറ്റിന്റെ ഒന്നും ആവശ്യമില്ല തോന്നുന്നു കേട്ടോ ഇങ്ങനെയുള്ള കോഴ്സ് പഠിക്കാൻ. അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നത്. അല്ലെങ്കിൽ രേണു ഇപ്പത്തൊക്കെ ഇങ്ങനെ പഠിക്കല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം അന്ന് തുറന്നു പറഞ്ഞതല്ലേ. എല്ലാം വലിച്ചു കീറി ഒട്ടിച്ചങ്ങോട്ട് തേച്ചൊട്ടിച്ചു കൊടുത്തതാ. രേണുവിന്റെ കള്ളത്തരങ്ങൾ മുന്നിൽ നിന്ന് തുറന്നു കാണിച്ച ഒരു വ്യക്തിയാണ്. കൊള്ളാം കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു ക്ലിപ്പും കൂടി നിങ്ങൾ കാണാം. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലിപ്പ്. കാണാം. പണം വയ്ക്കാൻ തുടങ്ങുന്നവരൊക്കെ ഉണ്ട്. ഓണത്തിന് പുള്ളിക്കാരി ബിഗ് ബോസിൽ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? ഞാനൊരു സദ്യ ഉണ്ണുന്നുണ്ടോ, ഒരു പായസം കുടിക്കുന്നുണ്ടോ, എന്റെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ, ആരെങ്കിലും തിരക്കുന്നുണ്ടോ ചോദിച്ചപ്പോൾ വിദേശത്തുള്ള എന്നെ പോലുള്ള പൊട്ടം മലയാളികൾ ഞാൻ കൊടുത്തില്ലേ. ഞാൻ വന്നിട്ടൊക്കെ കണ്ടപ്പോഴേക്കും കൊടുത്തു പോയത്. ഈ പറച്ചിൽ ഇങ്ങനെ റേഷൻ കടയിൽ അരി കിട്ടുന്നുണ്ട്, മുളക് കിട്ടുന്നുണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ കൊടുത്തത്. കാരണം ഞാൻ പ്രയാസത്തിൽ കൂടെ വന്നത്. അതുകൊണ്ട് പറയുക മലയാളികളെ, നിങ്ങൾ ഇനി പണം വയ്ക്കാൻ വേണ്ടി നിങ്ങൾ ചെക്ക് എടുത്തിട്ട്, ഞാനൊക്കെ വിദേശത്ത് ജീവിച്ച 10-20 വർഷം, പണം വയ്ക്കാൻ വേണ്ടി കൈ വിരൽ വെക്കുമ്പോൾ ഞാൻ ഈ ഇരുന്ന് വിയർക്കുന്ന എന്റെ മുഖം നോർത്തച്ചാണ്. അടിപൊളി. അപ്പോ അച്ചോ ഒന്നേ പറയുന്നുള്ളൂ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങളെക്കാൾ കൂടുതലുണ്ട് എന്നുള്ളതാണ്. രേണുവിനെ അത്രയും അടുത്തറിയുന്ന താങ്കൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് രേണുവിനെ കുറിച്ച് പറയുന്ന 1 വീഡിയോ 2 വീഡിയോ അല്ല കേട്ടോ, ഇഷ്ടം പോലെ ഇന്റർവ്യൂകൾ അദ്ദേഹത്തിന്റെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്നും ഇതിലിടാൻ സമയമില്ല. ഇതന്നെ 8 മിനിറ്റിൽ വീഡിയോ ഉണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ 10, 15, 20, 30 മിനിറ്റ് ആവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ കിച്ചുവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ തെളിവ് സഹിതം കട്ടിങ് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ അച്ഛന്?
മോശമല്ലേ അച്ചോ ഇതൊക്കെ? ആ പയ്യനെ വലിച്ചു കീറാൻ ഇട്ട് കൊടുത്ത രേണുവിനെ കുറിച്ച് താങ്കളൊന്ന് മനസ്സിലാക്കണം. രേണുവാണ് ആദ്യം ചെയ്തത്, അത് കഴിഞ്ഞിട്ടാണ് ആ പയ്യൻ ചെയ്തത്. അത് അവൻ സഹിക്കാൻ പറ്റാതെ ചെയ്ത കാര്യമാണെന്നുള്ളതാണ്. അവനെ കൊണ്ട് ഇനിയും പല കാര്യങ്ങളും പറയിപ്പിക്കരുത്, അത്രേ പറയുന്നുള്ളൂ. നമ്മുടെ വീട്ടില് നമ്മുടെ ആരെങ്കിലും ഒക്കെ രേണുവിനെ പോലെ സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളും ചെയ്ത് ഇന്ന് അങ്ങി ഇങ്ങി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, കാണിച്ചു കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്കത് എത്രത്തോളം വിഷമം ഉണ്ടാവും? ആ ചെക്കന് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തുറന്നു പറഞ്ഞതാണ്. പിന്നെ അച്ഛൻ പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മ ഉള്ളത് നല്ലതാണ്. ആ പയ്യനെ ഭീഷണിപ്പെടുത്തിയിട്ടാണല്ലോ കഴിഞ്ഞ വീഡിയോ ഇട്ടത്. താങ്കൾ ഇപ്പൊ നിൽക്കുന്ന ആളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും, കൂടെ പാരായണ ചാരം നല്ല സപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അടുത്തൊരു അവസരത്തിൽ വലിച്ചു കീറാനും താങ്കൾ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ താങ്കൾ തന്നെയാണ് 2 സ്റ്റാൻഡ് എടുത്ത് നിൽക്കുന്നത്. ഞങ്ങളെ പോലെയുള്ള കുറച്ച് ആളുകൾ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുള്ളൂ, അത് നിലപാടാണ്. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.